Good morning to all. All of you take your rough book or in Malayalam notebook. ഏതെങ്കിലും ഒന്ന് എടുത്തോ. മലയാളം നോട്ട്ബുക്കോ റഫ് ബുക്കോ എടുത്തിട്ട് നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പൊ എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുകയാണ് അല്ലേ? അപ്പൊ സ്റ്റാർട്ട് ചെയ്തോ. നമ്മളെ ഫസ്റ്റ് പാഠത്തിന്റെയാണ് എക്സാം അല്ലേ? പറയട്ടെ, മിസ് പറയട്ടെ. എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്നും എഴുതണ്ട, ആൻസർ മാത്രം 1 അങ്ങനെ എഴുതിയിട്ട് ആൻസർ മാത്രം ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടാൽ മതി. ഫസ്റ്റ് 1 അർത്ഥം എഴുതുകയാണ്. അതില് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നന്മ. അർത്ഥം എഴുതണം. നന്മ എന്ന വാക്കിന്റെ അർത്ഥം എഴുതണം. നന്മ. നന്മ. ആരും നോക്കിയിട്ടൊന്നും എഴുതല്ലേ, നല്ല മക്കളല്ലേ? നന്മ. ജുവൽ എഴുതി കഴിഞ്ഞു അല്ലേ ജുവലെ? ഓക്കെ, നാഫി പിന്നെ ഇഫ്ര എഴുതി. ഓക്കെ, അനഘ എഴുതി, സയാൻ എഴുതി, കുറെ പേര് എഴുതി അല്ലേ? ഓക്കെ, അപ്പൊ നന്മ അർത്ഥം എഴുതുകയില് നന്മ എല്ലാവരും എഴുതി അല്ലേ? അറിയോ നന്മ എഴുതിയല്ലേ? അപ്പൊ നന്മ. നെക്സ്റ്റ് കേരം. അർത്ഥം എഴുതുകയിൽ രണ്ടാമത്തത് കേരം. കേരം. ഫിനിഷ്? ഓക്കെ, ഗുഡ്. കേരം. 1 നന്മ, 2 കേരം, 3 പുളകം. 3 പുളകം. പുളകം. പുളകം എഴുതിയോ? അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അർത്ഥം എഴുതാൻ പുളകം. നാല് പറയട്ടെ? എല്ലാവരും എഴുതി കഴിഞ്ഞോ? ആദ്യത്തെ നന്മ, 2 കേരം, 3 പുളകം, 4 കേളി. കേളി. 4 കേളി. കേളി. ഓക്കെ, നാഫി എല്ലാം കഴിഞ്ഞു. കേളി, സയാന് കഴിഞ്ഞു, മിൻഹാജ് കഴിഞ്ഞു. ആർക്കാ കഴിഞ്ഞു? ഇഫ്രക്ക് കഴിഞ്ഞു, എറിക് കഴിഞ്ഞു.
അപ്പോ 4 നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ചേർത്തെഴുതുകയാണ്. ചേർത്തെഴുതുക. അതില് മലയാള പ്ലസ് നാട്. മലയാള പ്ലസ് നാട് ഡാഷ്. എന്താ വരുക? അത് ചേർത്ത് എഴുതിയോടെ വെച്ചോ. മലയാള പ്ലസ് നാട് എഴുതിയോ? മനസ്സിലായോ ഏതാണെന്ന്? മലയാള പ്ലസ് നാട് ചേർത്ത് എഴുതുക. എഴുതിയോ? ചേർത്ത് എഴുതുകയിൽ ഒന്നാമത്തെ മലയാള പ്ലസ് നാട്. അന്തരസ് എഴുതിയോ മോളെ? ഓക്കെ, ഗുഡ്. മലയാള പ്ലസ് നാട് എഴുതുക. എഴുതി. ഓക്കെ. നെക്സ്റ്റ് മാവേലി പ്ലസ് നാട്. മാവേലി എങ്ങനെ എഴുതുക? മാവേലി പ്ലസ് നാട്. മാവേലി പ്ലസ് നാട് എന്താ വരുക? മാവേലി പ്ലസ് നാട്. നെക്സ്റ്റ് പറയട്ടെ. നമ്മുടെ പ്ലസ് നാട്. നമ്മുടെ പ്ലസ് നാട് എന്താണ്? നമ്മുടെ പ്ലസ് നാട്. നമ്മുടെ പ്ലസ് നാട്. ഇപ്പൊ 1 മലയാള പ്ലസ് നാട്, 2 മാവേലി പ്ലസ് നാട്, 3 നമ്മുടെ പ്ലസ് നാട്. നെക്സ്റ്റ് ഒന്നുകൂടി. മല പ്ലസ് നാട്. നാലാമത്തെ മല പ്ലസ് നാട് ചേർത്ത് എഴുതണം. അപ്പൊ ആദ്യത്തെ അർത്ഥമെഴുതുകയിൽ 4 ഉണ്ടായിരുന്നു. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ചേർത്ത് എഴുതുക 4 എണ്ണം, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ടോട്ടൽ ഇപ്പോ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയി അല്ലേ? എഴുതിയോ എല്ലാവരും? ആദ്യം മലയാള പ്ലസ് നാട്, 2 മാവേലി പ്ലസ് നാട്, 3 നമ്മുടെ പ്ലസ് നാട്, 4 മല പ്ലസ് നാട്. ഓക്കെ, ഫിനിഷ്. എല്ലാവർക്കും ഫിനിഷ് ആയി അല്ലേ? ഓക്കെ, നെക്സ്റ്റ് പറയട്ടെ. എല്ലാവരും എഴുതിയോ? ഓക്കെ, കുറെ പേര് കൈയിടുന്നുണ്ട്. എല്ലാവരും എഴുതിയോ? എല്ലാവരും എഴുതണേ. ഇതിൽ നോക്കാനൊന്നും പാടില്ല കേട്ടോ. ഇവിടുന്ന് എല്ലാവരെയും കാണുന്നുണ്ടേ. കഴിഞ്ഞു അല്ലേ? കുറെ പേർക്ക് എല്ലാവർക്കും കഴിഞ്ഞു. ഓക്കെ, എന്നാല് ഒന്നുകൂടി പറയണോ ക്വസ്റ്റ്യൻ? ആർക്കെങ്കിലും ഒന്നുകൂടി പറയണമെങ്കിൽ ഒന്ന് കൈപൊക്കിയാൽ മതി കേട്ടോ. വേണോ? ഷിഫാന പ്ലീസ് അൺമ്യൂട്ട്. അൺമ്യൂട്ട് ചെയ്യുമോളെ, എന്നിട്ട് പറ. ഷിഫാന അൺമ്യൂട്ട് ചെയ്തോ? എന്താ ചോദിക്കാനുള്ളേ? മൂന്നാമത്തെ ചേർത്ത് എഴുതുക. ചേർത്ത് എഴുതുകയിൽ മൂന്നാമത്തത് നമ്മുടെ പ്ലസ് നാട്. എങ്ങനെ ചേർത്ത് എഴുതാം? നമ്മുടെ പ്ലസ് നാട് ചേർത്ത് എഴുതണം. ഓക്കെ, നീ എവിടെല്ലോ എഴുതല്ലോ. ഇവിടെ നമ്മുടെ പ്ലസ് നാടെന്ന് എഴുത്.
ആന്തരേസക്ക് എന്താ പറയാനുള്ളത്? ആന്തരേസ അൺമ്യൂട്ട് ചെയ്തോ മോളെ. ആന്തരേസക്ക് ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിക്കണോ മിസ്? ക്ലിയർ ആവുന്നില്ല മോളെ. ചേർത്ത് എഴുതുക. അതിൽ ഫസ്റ്റ് വൺ മലയാള പ്ലസ് നാട്, സെക്കൻഡ് മാവേലി പ്ലസ് നാട്, തേർഡ് വൺ നമ്മുടെ പ്ലസ് നാട്, ഫോർത്ത് മല പ്ലസ് നാട്. ഇതൊക്കെ ചേർത്ത് എഴുതണം, 4 എണ്ണം. ഓക്കെ, ക്ലിയർ ആയോ? അന്തരസ മോക്ക് നെറ്റിലെ പ്രോബ്ലം ഉണ്ടോ? ഓക്കെ, ഇപ്പൊ മനസ്സിലായോ? പിന്നെ ഇനി തേർഡ് മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ വരുന്നത്, അതായത് 1 അർത്ഥം എഴുതുക, 2 ചേർത്ത് എഴുതാൻ പറഞ്ഞു അല്ലെ? അതിൽ കുറച്ചെണ്ണം പറഞ്ഞു. ഇനി ഉത്തരം എഴുതുകയാണ്. ഉത്തരം എഴുതുക. ഉത്തരം എഴുതുകയില് ഫർഹ, ലിസൺ ഹിയർ. ഫർഹ ഫാത്തിമ, ഓക്കെ, എഴുതി കഴിഞ്ഞോ? ഫർഹ, ലയാന കേൾക്കുന്നില്ലേ മോളെ? ഓക്കെ, എഴുതി കഴിഞ്ഞോ? ലയാനക്ക് കഴിഞ്ഞോ? യെസ്. അപ്പോ ക്വസ്റ്റ്യൻ എഴുതാനാണ്, ഉത്തരം എഴുതാനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്നും എഴുതണ്ട, കുഞ്ഞു മക്കളല്ലേ, ക്വസ്റ്റ്യൻ ഒന്നും എഴുതണ്ട, ആൻസർ ചെയ്താൽ മതി. അപ്പോ മലയാള നാട്ടിൽ ചേരുന്നത് എന്തെല്ലാം? മലയാള നാട്ടിൽ ചേരുന്നത് എന്തെല്ലാം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മലയാള നാട്ടിൽ ചേരുന്നത് എന്തെല്ലാം? മലയാള നാട്ടിൽ ചേരുന്നത് എന്തെല്ലാം? മലയാള നാട്ടിൽ ചേരുന്നത് എന്തെല്ലാം? എഴുതിയോ കുര്യൻ? കുര്യൻ ജോസഫ് എഴുതിയോ മോനെ? ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ആരാ എഴുതാതെ? മുഹമ്മദ് ടി, വീഡിയോ ഓൺ ചെയ്തേ മോനെ. ഷിഹാസ് എഴുതിയോ? ഷിഹാസേ അർത്ഥം എഴുതുക എല്ലാം കേട്ടിട്ടുണ്ടായിരുന്നോ? മോൻ വരുമ്പോ കേട്ടോ? ഷിഹാസേ പ്ലീസ് അൺമ്യൂട്ട്. ഷിഹാസേ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചേ. എന്റെ അൺമ്യൂട്ട് ചെയ്യുന്നില്ലേ? അൺമ്യൂട്ട് ചെയ്തോ. ചെയ്യടാ, അൺമ്യൂട്ട് ചെയ്യടാ. ചെയ്യാൻ പറ്റുന്നില്ലേ? അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ, ആൻഡ്രേസ് എഴുതി കഴിഞ്ഞു. എല്ലാരും എഴുതി കഴിഞ്ഞോ? അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത് എന്ത്? മലയാള നാട്ടിൽ ചേരുന്നത് എന്തെല്ലാം? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയട്ടെ? എല്ലാവർക്കും ഫിനിഷ് ആയോ? എഴുതി കഴിഞ്ഞോ? ഇല്ല, എഴുതി. ഫാത്തിമ മെഹറിൻ എഴുതിക്കോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ, ഇഫ്രക്ക് കഴിഞ്ഞു. മലയാള നാട്ടിൽ ചേരുന്നത് എന്തെല്ലാം? ജുവൽ എഴുതിയോ? ജുവൽ മരിയ? ഓക്കെ,
ഹൈഫ മേറിന് എഴുതിയോ മോളെ? മിഥിലാജ് എഴുതിയോ രണ്ടുപേരും? ഓക്കെ, നാഫി എഴുതി. മലയാള നാട്ടിൽ ചേരുന്നത് എന്തെല്ലാം? അനീറ്റ എഴുതിയോ മോളെ? അനീറ്റ ഫിലിപ്പ്. ഷിഫാന എഴുതി കഴിഞ്ഞു? ഷിഫാന ഓക്കെ, ഗുഡ്. മിൻഹാജ് ഓക്കെ, എഴുതി കഴിഞ്ഞു. ഷക്സാദ് എഴുതിയോ? മാളവിക, ഹിബ, ഫാത്തിമ എവിടെയോ പോയല്ലോ. Where are you going? Sit down. കഴിഞ്ഞോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയട്ടെ? ഉത്തരമേതികയിലെ രണ്ടാമത്തെ പറയട്ടെ? ഓക്കെ. നമ്മുടെ നാട്ടിൽ നിറയുന്നത് എന്ത്? നമ്മുടെ നാട്ടിൽ നിറയുന്നത് എന്ത്? നമ്മുടെ നാട്ടിൽ നിറയുന്നത് എന്താണെന്ന്. എന്താണ് നമ്മുടെ നാട്ടിൽ നിറയുന്നത്? അത് നമ്മുടെ നാട്ടിൽ നിറയുന്നത് എന്ത്? നമ്മുടെ നാട്ടിൽ നിറയുന്നത് എന്ത്? ആദ്യം നമ്മുടെ നാട്ടിൽ നിറയുന്നത് എന്ത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. കഴിഞ്ഞോ? പറയട്ടെ? ഒന്നുകൂടി പറയണോ? ഉത്തരമേതികയിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മലയാള നാട്ടിൽ ചേരുന്നത് എന്തെല്ലാം? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മലയാള നാട്ടിൽ ചേരുന്നത് എന്തെല്ലാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ നാട്ടിൽ നിറയുന്നത് എന്ത്? എഴുതിയോ? ഋഷികേഷ് കഴിഞ്ഞോ? യെസ്. രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തോ? മൂന്നാമത് ഒരു ക്വസ്റ്റ്യനും കൂടിയേ. നമ്മളെ ടോട്ടൽ ക്വസ്റ്റ്യൻ ആയി 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ. ക്വസ്റ്റ്യൻ ഉത്തരമേതികയ്ക്ക് 2 മാർക്കാണ്. ഒന്നിന് 2, 2, 4, 2, 6. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയാ. മലയാള നാടിന്റെ ഉത്സവം ഏത്? മലയാള നാടിന്റെ ഉത്സവം ഏത്? മലയാള നാടിന്റെ ഉത്സവം ഏത്? എഴുതിയോ മിന്ന? മൂന്നാമത്തെ എഴുതിയോ? ഓക്കെ. എനിക്ക് ഇത്രേ ക്വസ്റ്റ്യൻ ഉള്ളൂ. 10 ഇല്ല അല്ലെ? അത് എഴുതാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മലയാള നാടിന്റെ ഉത്സവം ഏത്? മലയാള നാടിന്റെ ഉത്സവം ഏത്? ഫിനിഷ്. മലയാള നാടിന്റെ ഉത്സവം ഏത്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? എല്ലാവരും ആൻസർ ചെയ്തോ? യെസ്, കുര്യൻ ചെയ്തു അല്ലേ? ഓക്കെ. മലയാള നാടിന്റെ ഉത്സവം ഏത്? കഴിഞ്ഞോ? അപ്പൊ നമ്മൾ ഉത്തരമേതികയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ഉണ്ടായത്? മലയാള നാട്ടിൽ ചേരുന്നത് എന്തെല്ലാം. 2, നമ്മുടെ നാട്ടിൽ
നിറയുന്നത് എന്ത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മലയാള നാടിന്റെ ഉത്സവം ഏത്? അല്ലേ? ടോട്ടൽ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ടോട്ടൽ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, കഴിഞ്ഞോ? അന്തരസിൽ എഴുതി കഴിഞ്ഞു ഫുള്ള് അല്ലേ? അന്തരസ, അമന്ന കഴിഞ്ഞോ? ഓക്കെ, നോക്കട്ടെ എത്ര പേർക്ക് കഴിഞ്ഞു ഒന്ന് കൈ കാണിച്ച്. എല്ലാവരും എഴുതി കഴിഞ്ഞവര്? ഓക്കെ, മാളവിക, ഹിബ, മുഹമ്മദ്, ഷക്സാദ്, എറിക്, ഫർഹ ഫാത്തിമ, അനഘ സുരേഷ്, ശ്രീഹരി കെ ബി, ഹന്ന, ഹൈഫ മേറിൻ, അനീറ്റ ഫിലിപ്പ്, ലയന മേരി. ഓക്കെ, കുര്യൻ ജോസഫിനെ ഞാൻ പറഞ്ഞു. അപ്പൊ എല്ലാരും എഴുതി കഴിഞ്ഞു അല്ലെ? അന്തരേസ് എഴുതി കഴിഞ്ഞു. ഓക്കെ, ഗുഡ്, സൂപ്പർ ആയേ എല്ലാവരും. നിഹ മോഹൻ, ഓക്കെ, നിഹാനെ കണ്ടു കേട്ടോ. നിഹ, ഷിഫാന എഴുതി കഴിഞ്ഞോ? ആ, ഓക്കെ, മിൻഹാജ്, ഓക്കെ, എല്ലാവരും എഴുതി കഴിഞ്ഞു അല്ലെ? എന്നാ എന്ത് ചെയ്യണം? എല്ലാവരും എഴുതി കഴിഞ്ഞവര് ചെക്ക് ചെയ്തതിന് ശേഷം വിട്ടോ അല്ലേ? ചെക്ക് ഒന്ന് അമ്മമാര് ചെക്ക് ചെയ്തിട്ട് മാർക്കെല്ലാം ഇട്ടോട്ടെ അല്ലേ? അതൊക്കെ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. കാരണം ഏടി നോക്കിയിരുന്ന് എഴുതാൻ പാടില്ല കേട്ടോ ആരും. ഇല്ലല്ലോ അല്ലേ? നല്ല മക്കളാണല്ലേ എല്ലാരും? എല്ലാവരും പഠിച്ചിട്ടുണ്ടാവല്ലോ അല്ലേ? അപ്പൊ ഫസ്റ്റ് പടം കംപ്ലീറ്റ് പഠിച്ച് എല്ലാം ശരിയായി ബോധ്യമുള്ളവർ എത്ര പേരുണ്ട്? ഒന്ന് കൈ കാണിച്ചേ മിസ്സിനെ. ഇപ്പൊ എഴുതിയ ക്വസ്റ്റ്യൻ എല്ലാം ഏകദേശം ശരിയാണ് എന്ന് ബോധ്യമുള്ളവര്. കെ സയാൻ ഉണ്ട്, ഇഫ്ര ഫാത്തിമ ഉണ്ട്, അനഘ സുരേഷ് ഉണ്ട്, മുഹമ്മദ് നാഫി ഉണ്ട്. എല്ലാവരും പഠിച്ചിട്ടാ വന്നത് അല്ലേ? അമന്ന, ഷിഫാന, പിന്നെ എഴുതിയ എല്ലാം ശരിയാണെന്നൊരു ബോധ്യം ഉണ്ടല്ലേ? ഓക്കെ, കുര്യൻ, ജുവൽ. ഓക്കെ, അപ്പൊ എല്ലാവരും മിസ്സിനത് ഇട്ട് തരണം കേട്ടോ. ഗ്രൂപ്പിലോ പേഴ്സണലോ ആയിട്ട് സെൻഡ് ചെയ്ത് തരണേ ഇന്നത്തെ എക്സാം. ഓക്കെ, ഫുൾ ശരിയായവര് നല്ലോണം സ്റ്റാറിൽ ഇട്ടോ കേട്ടോ, ഗോൾഡൻ സ്റ്റാറോ നമ്മൾ ഇവിടുന്ന് ചെയ്യും പോലെ. ഓക്കെ, അപ്പൊ നമ്മുടെ സമയം ഏകദേശം കഴിയാറായി. എന്തെങ്കിലും ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ മിസ്സിനോട്? ഉണ്ടോ? മിൻഹാജിലുണ്ട് അല്ലെ? മിൻഹാജ് എന്താണ്? പ്ലീസ് അൺമ്യൂട്ട് മിൻഹാജ്. എന്താ മിൻഹാജ്? ഞാൻ ഫുള്ള് പഠിച്ചിട്ടേ വന്നിനെ. ഫുള്ള് പഠിച്ചിനാ? മിന്നാന്നേ പഠിച്ചിന്, മിന്നാന്നേ ഇടാന്ന് പറഞ്ഞിട്ട് അപ്പൊ മിസ് ഉണ്ടായിട്ട. അതെല്ലേ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എല്ലാം ഉണ്ടോ? ഇല്ല അല്ലേ? നല്ല കുട്ടികളാണ് എല്ലാരും അല്ലേ? ഫുള്ള് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇനി എനിക്കാണ് ഷിഫാനൊക്കെ എന്തോ പറയാനുണ്ട്. എന്താ ഷിഫാന? കൊറേ ദിവസം കഴിഞ്ഞിട്ട് രണ്ടാം പാഠത്തിന്റെ ഇടണം. എല്ലാം ഓരോ പാഠവും കഴിയുമ്പോ അതിന്റെ ക്വസ്റ്റ്യൻ ആൻസറും അർത്ഥവും ഒക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു എക്സാം ഇടാം. അത് കഴിഞ്ഞ് അത് പഠിച്ചതിന് ശേഷം മുമ്പോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, എല്ലാ കുട്ടികളും ശരിയായി എഴുതിയോന്ന് അറിയണ്ടേ അല്ലേ? എല്ലാവരും പഠിച്ചിട്ട് തന്നെ എഴുതണം ഇനിയേ. ഓക്കെ, പഠിക്കണം. അപ്പൊ നമ്മളെ പാഠം എല്ലാം നമുക്ക് ബൈ കേട്ടോ. ഓക്കെ, നല്ല മക്കളാണെന്ന് അറിയാം എന്നാലും അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളെ സമയം ഏകദേശം തീരാറായി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? മിസ്സേ, അന്ന് മിസ് മരിച്ചെടുത്ത് പോകുമ്പോ നമ്മളെ ഒരു വേറെ മിസ് എടുത്തു അല്ലേ? മിസ് അല്ലേ? കത്ത് എഴുതിപ്പിച്ചിന്. ആണോ? എന്ത് കത്താ എഴുതിപ്പിച്ചേ? അതല്ലേ ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ചാണോ? അതെല്ലേ, സൂപ്പറായി അല്ലേ? ഓക്കെ, അപ്പൊ പിന്നെന്താ ഇനി അയക്കാം? ഫാത്തിമ മേയർ എന്തോ പറയാനുണ്ട്? പ്ലീസ് അൺമ്യൂട്ട്.
എന്താ ഫാത്തിമ പറയല്ലേ? ഇല്ലേ? ഇല്ല. അതെ. എറിക്കിനുണ്ടോ? ടീച്ചറെ ഞാന് ഫുള്ളും പഠിച്ചിട്ടാ വന്നേ, അതുകൊണ്ട് എല്ലാം ശരിയാ. എല്ലാം പഠിച്ച് നല്ല മക്കളാണിപ്പ. സൂപ്പർ കേട്ടോ. ഒരു 5 സ്റ്റാർ എടുത്തോ. വീട്ടിൽ 5 സ്റ്റാർ വാങ്ങിക്കോ കേട്ടോ. ഓക്കെ. എല്ലാം ശരിയായവരൊരു 5 സ്റ്റാറോ ഗോൾഡൻ സ്റ്റാറോ ഒക്കെ വാങ്ങിക്കോ കേട്ടോ അമ്മയോട്. ഓക്കെ. എന്റെ മിസ്സിന് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ. ബൈ ബൈ. ബൈ. എല്ലാരോടും കേട്ടോ. ബൈ. ഓക്കെ. എല്ലാരും ബൈ.